എല്ലാവർക്കും നമസ്കാരം. സുഖമില്ലാവർക്കും ഇവിടെ നമ്മൾ സുഖമായിട്ടിരിക്കാൻ കേട്ടോ. നമ്മൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളതാണ് പായസം അല്ലേ. പായസത്തിലെ കേവന എന്താ ചോദിച്ചാൽ ഞാൻ ചക്കപ്രഥമൻ തന്നെ പറയുള്ളൂ. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ചക്കപ്രഥമൻ. നമ്മൾ പണ്ട് കാലത്തൊക്കെ ചക്ക ഒരുപാട് ഇങ്ങനെ വരട്ടി വെക്കും, ആവശ്യമുള്ളപ്പോൾ ചക്കപ്രഥമൻ ഉണ്ടാക്കി കഴിക്കും. നമ്മളുടെ വസ്തുമമ്മി കാണിച്ചു തന്നിട്ടുള്ളത് ചക്കച്ചൊള, അതായത് പഴുത്ത ചക്കച്ചൊള എടുത്തിട്ട് ഫ്രഷ് ആയിട്ട് തന്നെ മിക്സിയിലൊന്ന് അരച്ചിട്ടുണ്ടാക്കുന്ന ചക്കപ്രഥമനാണ് നമുക്ക് വസ്തുമമ്മി കാണിച്ചു തന്നിട്ടുള്ളത്. അസല് ടേസ്റ്റ് ആണ് കേട്ടോ. ഇതിന് 2 പാല് മതി, അതായത് തേങ്ങാപ്പാല് ആദ്യത്തെ പാല്, രണ്ടാമത്തെ പാല്. ചക്ക വരട്ടിയതാകുമ്പോൾ നമുക്ക് 3 പാല് എടുത്തു വെക്കണം. കാരണം ആ ചക്ക വരട്ടി ഒന്ന് ആ 3-ാം പാലിലിട്ടിട്ടൊന്ന് അലിയിച്ചെടുക്കണ്ടേ. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ ചക്കയ്ക്ക് ചുക്ക് എന്നാണ് പറയുക. അപ്പൊ ചുക്ക് നല്ലതാണ്, ദഹിക്കാൻ വളരെ നല്ലതാണ്. നമ്മളെല്ലാവരും ചക്കപ്രഥമനത്തിൽ ചുക്കിന്റെ കൂടി നമ്മൾ ചേർക്കുന്നതാണ്. ഇനി അതില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. മാമി കാണിച്ചു തന്നിട്ടുള്ളത് ചുക്ക് പൊടി ചേർക്കാത്ത ചക്കപ്രഥമനാണ്. അസല് ടേസ്റ്റ് ആണ്. ഇപ്പൊ കുട്ടികൾക്ക് സ്കൂളില്ലാത്ത സമയമാണ്, റിസൾട്ട് എല്ലാം വന്ന് സന്തോഷിച്ചിരിക്കുന്ന സമയമാണ് അല്ലെ. ചക്ക സീസൺ ആണ്. അപ്പൊ ഈ സീസണിൽ നമുക്ക് ഇങ്ങനെ ചക്കച്ചോള വെച്ചിട്ട് ഒരു ചക്കപ്രഥമൻ നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കൂ. എല്ലാവരും നന്നായിട്ട് കഴിക്കാൻ കുട്ടികൾക്ക് ഇഷ്ടാവുകയും ചെയ്യും. നമുക്കൊന്ന് പറയുകയും ചെയ്യാം, നല്ല മാർക്ക് വാങ്ങി ജയിച്ചതിന്റെ പേരിലാണ് ഇത് ഉണ്ടാക്കി എന്നൊക്കെ നമുക്കൊന്ന് കുട്ടികളെ സുഖിപ്പിക്കാനും പറയാം. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോയാലോ. അസലായിട്ടുള്ള ചക്കപ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രഷ് ആയിട്ടുള്ള ചക്ക ചുള പറിച്ച് കുരുവെല്ലാം കളഞ്ഞിട്ട് ഒരു മിക്സി ജാറിലിട്ടിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണേ. ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. നമുക്ക് മധുരം എത്രത്തോളം വേണോ അതിനുള്ള ശർക്കര കുറച്ച് വെള്ളത്തിൽ ഒന്ന് അലിയിച്ചെടുക്കുക. ഒരു കടായി വയ്ക്കുക. ആ കടായിലേക്ക് നമ്മൾ അരച്ചെടുത്ത ചക്കച്ചുള ഉണ്ടല്ലോ, ആ കടായിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. നമ്മൾ അലിയിച്ച ശർക്കര ഉണ്ടല്ലോ അതൊന്ന് അരിച്ചെടുക്കുക. അരിച്ച് ഈ ചക്കയുടെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. നമ്മളുടെ മധുരം നോക്കിയിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഇത് പച്ച ചക്കയാണ്. ഇതിൽ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിന് മുമ്പ് കുറച്ച് നെയ്യൊന്ന് ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർക്കുമ്പോൾ നല്ല മണവും നല്ല സ്വാദും ഉണ്ടാവും കേട്ടോ. ഇനി അതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇരുന്നിട്ടൊന്ന് വെന്ത് വന്നോട്ടെ. ശർക്കരയും നെയ്യും ചക്കയും കൂടിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിച്ച് വരട്ടെ കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ മറക്കരുതേ. ഈ സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ എടുത്ത് വെക്കണം. ആവശ്യമുള്ള തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. പൾസ് മോഡിലിട്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ കേട്ടോ. അങ്ങനെ നമുക്ക് 1-ാം പാലും 2-ാം പാലും എടുത്ത് വെക്കണേ. പൾസ് മോഡിലിട്ടിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ അത് അരഞ്ഞു പോകും. ചുടുവെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് നന്നായിട്ട് നമുക്ക് തേങ്ങാപ്പാൽ കിട്ടും കേട്ടോ. നമ്മളിതാ അരിച്ചെടുത്തു. 1-ാം പാലും 2-ാം പാലും റെഡിയായി. അപ്പോഴേക്കും നമ്മളുടെ ചക്കയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 2-ാം പാല് ഒഴിച്ചു കൊടുക്കുക. ഇനി അതും ഒന്ന് ശർക്കരയും ചക്കയും നെയ്യും തേങ്ങാപ്പാലും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് വെന്തിങ്ങോട്ട് വന്നോട്ടെ കേട്ടോ. ആ സമയത്ത് കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്ത് വയ്ക്കുക. അത് ഒരു നെയ്യിലിട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ കളറാവണ വരെ ഒന്ന് വറുത്തെടുക്കുക. 2-ാം പാലൊക്കെ ചേർന്ന് നന്നായിട്ടൊന്ന് കുറുകി വന്നാൽ ആദ്യത്തെ പാൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ തിളപ്പിക്കരുത്. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നെയ്യിൽ കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ടിട്ടില്ലേ, ആ തേങ്ങാക്കൊത്തും അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 5 മിനിറ്റ് നേരം അടച്ചു വയ്ക്കുക. അത്ര മതി കേട്ടോ. ഇനി തിളപ്പിക്കല്ലേ. തേങ്ങാക്കൊത്തൊക്കെ കുറച്ചധികം ഇരുന്നാലും ടേസ്റ്റ് കൂടും. നെയ്യ് കുറച്ചധികം ചേർത്താൽ ടേസ്റ്റ് കൂടും. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് നേരം അടച്ചു വെക്കാം കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ആഹാ എന്താ മണം! കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ.
അസൽ ടേസ്റ്റാണെന്നുള്ളത്. അതേ, നല്ല ടേസ്റ്റാണ്, നല്ല മണമുണ്ട്. അങ്ങനെ നമ്മളുടെ ഫ്രഷ് ചക്കച്ചോള വെച്ചിട്ട് നമ്മളുടെ പ്രഥമൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമുള്ള ചക്കപ്രഥമൻ വളരെ എളുപ്പത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയത് അല്ലേ. അതായത് പഴുത്ത ചക്കച്ചോള വേണം, ഫ്രഷായിട്ടുള്ള ചക്കച്ചോള വേണം, അത്രയേ ഉള്ളൂ അതിൽ കാര്യം. പിന്നെ തേങ്ങാപ്പാൽ എടുക്കണം, ഇത്രയല്ലേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഈ സമയത്തൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇപ്പോൾ ചക്ക സീസണാണ്, ഞാൻ പറഞ്ഞല്ലോ, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. സ്കൂൾ അടച്ച സമയമാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, നമ്മളിതിൽ ചുക്കുപൊടി ചേർത്തിട്ടില്ല കേട്ടോ, അതിൻ്റെ ആവശ്യമില്ല. അടുത്ത വീട്ടിൽ കാണുന്നവരെ ബൈ, താങ്ക് യു.